പ്രധാന ഒരു മുദ്രാവാക്യം പോലീസിനെ പറ്റിയായിരിക്കും. ഈ ഇലക്ഷനിൽ പോലീസ് ഒരു ഇഷ്യൂ അല്ല. കേരളത്തിൽ 10 കൊല്ലമായിട്ട് ഒറ്റ വർഗീയതകളില്ല. കേരളത്തിലെ 28 ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രികൾ അമേരിക്കയിലുള്ള 3 റിയൽ എസ്റ്റേറ്റ് കമ്പനി വന്നിട്ട് 21,000 കോടി വാങ്ങിച്ചു കൂട്ടി. അവർ ആശുപത്രി നടത്തിപ്പേരെ അല്ല, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരാ. ബ്ലാക്ക് സ്റ്റോൺ ഉൾപ്പെടെ KLM ഉൾപ്പെടെ. നമസ്കാരം. ഏതൊരു സർക്കാരിൻ്റെയും പ്രവർത്തനം വിലയിരുത്തുന്നതിൽ പോലീസിൻ്റെ പ്രവർത്തനം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മികച്ച ക്രമസമാധാന പാലനവും കുറ്റാന്വേഷണവും ആണ് ഏതൊരു സർക്കാരിൻ്റെയും പ്രവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട അളവുകോൽ. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യുന്നതിനു വേണ്ടി മുൻ DGPയും ജയിൽ മേധാവിയുമായിരുന്ന ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് റിട്ടയർഡ് IPS സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഈ കേരള പോലീസ് എല്ലാ കാലത്തും മികച്ച ഒരു പോലീസാണെന്ന് പറയാൻ പറ്റും. അതായത് നമ്മൾ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളെയും പോലീസുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ പോലീസിൻ്റെ വിദ്യാഭ്യാസമാവട്ടെ, ജനങ്ങളുടെ പെരുമാറ്റമാവട്ടെ, അതേപോലെ തന്നെ പോലീസിൻ്റെ ഒരു മതനിരപേക്ഷ സ്വഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ കഴിഞ്ഞ 10 വർഷം കേരളം പലതുകൊണ്ടും കേരളത്തിലെ പോലീസ് മികവാർന്ന, നമ്മൾ കോവിഡ് കാലത്തും പ്രളയകാലത്തൊക്കെ നമ്മുടെ പോലീസിൻ്റെ സേവനങ്ങൾ, പോലീസ് വെറും അവരിൽ നിക്ഷിപ്തമായ പോലീസിങ് മാത്രമല്ലാതെ ഒരു സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്കും കൂടെ വന്ന ഒരു സംവിധാനം നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ശരിക്കും തൊട്ടറിഞ്ഞതാണ്. പ്രളയകാലത്തൊക്കെ എത്രയോ പേരാണ് അവർ ജീവൻ പോലും മറന്ന് സംരക്ഷിച്ചിട്ടുള്ളത്, രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. സാർ, എങ്ങനെയാണ് കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തിലെ പോലീസിങ്ങിനെ കാണുന്നത്? അതായത് ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കേരള പോലീസ് ഇന്ത്യയിലെ പോലീസുകളെ റേറ്റ് ചെയ്യും. ഒന്ന് ഇന്റലിജൻസ് ബ്യൂറോ, കേന്ദ്ര ഗവൺമെൻറ് ഇന്റലിജൻസ് ബ്യൂറോ റേറ്റ് ചെയ്യും. പിന്നെ 28 മീഡിയ, പത്രങ്ങളും TV മാധ്യമങ്ങളും ചേർന്ന റേറ്റിംഗ് ഉണ്ട്. പിന്നെ ഇന്ത്യൻ എക്കണോമിക് അസോസിയേഷൻ ഉണ്ട്, ഇന്ത്യൻ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ, അവർ റേറ്റ് ചെയ്യും. ഈ 3 റേറ്റിംഗിലും ആദ്യമായി 2002 AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ KJ സാർ DGP ആയിരുന്നപ്പോഴാണ് കേരളം നമ്പർ 1 ആയത്. അതുവരെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ നമ്പർ 1 ആയിരുന്നു, പോലീസ് നമ്പർ 1 ആയി. പക്ഷേ കഴിഞ്ഞ 24 വർഷം തുടർച്ചയായി കേരള പോലീസ് ഇന്ത്യയിലെ 30 സംസ്ഥാന പോലീസിൽ നമ്പർ 1 ആയി. IB റേറ്റ് ചെയ്യുന്നു, ഇന്റലിജൻസ് ബ്യൂറോ റേറ്റ് ചെയ്യുന്നു, കൂടാതെ ഇൻഡസ്ട്രീസ് റേറ്റ് ചെയ്യുന്നു, പത്രങ്ങളും ടെലിവിഷൻ ചാനലും റേറ്റ് ചെയ്യുന്നു. ആ റേറ്റിങ്ങിനകത്താണ് കഴിഞ്ഞ 10 വർഷം കേരള പോലീസ് അതിൻ്റെ വളരെ സുത്യർഹമായ നിലയിൽ എത്തിച്ചേർന്നത്. അത് വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ എല്ലാ ഇലക്ഷനിലും പോലീസായിരുന്നു പ്രധാന തർക്ക വിഷയം. ഫ്ലോറിയെ ചുട്ടുകരിച്ച സർക്കാരെ, അല്ലെങ്കിൽ രാജൻ കേസിൻ്റെ ചെയ്ത സർക്കാരെ, വയനാട്ടിൽ ഹരിജനങ്ങളെ വെടിവെച്ച് കൊന്ന സർക്കാരെ എന്നും പറഞ്ഞ് പ്രധാന ഒരു മുദ്രാവാക്യം പോലീസിനെ പറ്റിയായിരിക്കും. ഈ ഇലക്ഷനിൽ പോലീസ് ഒരു ഇഷ്യൂ അല്ല. അതായത് ക്രമസമാധാന പാലനം ഒരു വിഷയമേ അല്ല. കാരണം അത് പോലീസിൻ്റെ പെർഫോമൻസിൻ്റെ റേറ്റിംഗ് കാരണം പോലീസ് ആർക്കും കുറ്റം പറയാൻ പറ്റാത്ത നിലയിലായി. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റംസ് 1-2 ഒന്ന്, ഈ ഒരാൾക്കൊരു കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ദി ഈസിയസ്റ്റ് പ്ലേസ് ടു രജിസ്റ്റർ എ കേസ് കേരളത്തിലാണ്. ഞങ്ങൾ ഡൽഹിയിൽ ട്രെയിനിങ്ങിന് പോയപ്പോൾ 30 ഓഫീസർമാരുണ്ടായിരുന്നു. അവരോട് പണം മോഷണം പോയെന്നൊരു കേസ് പോലീസ് സ്റ്റേഷനിൽ പോയി രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. 30 പേര് 30 പോലീസ് സ്റ്റേഷനിൽ പോയി. 1-2 പേർക്ക് അടി കിട്ടി, IPS ഉദ്യോഗസ്ഥന്മാർക്ക് അടി കിട്ടി. കാര്യം വിഷപ്രചണ്ടായിട്ടാണ് പോകുന്നത്. പക്ഷേ 2 പേർക്ക് മാത്രമേ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ കേരളത്തിൽ ഒരാൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങർക്ക് തൻ്റെ വീഡിയോ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ വാട്സപ്പിൽ കൂടെ കേസ് അയച്ചാലും അത് രജിസ്റ്റേർഡ് ആവും. പിന്നെ ഈസി ആക്സസിബിലിറ്റി ആണ്. മധ്യപ്രദേശിലോ ഉത്തർപ്രദേശിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ 30 കിലോമീറ്റർ പോകണം ഒരു പോലീസ് സ്റ്റേഷൻ ചെല്ലണമെങ്കിൽ. ഇത് കേരളത്തിൽ ഒരാൾക്ക് കഷ്ടിച്ചൊരു 10 കിലോമീറ്റർ പോയാൽ പോലീസ് സ്റ്റേഷനിൽ ചെല്ലാം. ഇനി ഒന്നുമില്ലെങ്കിൽ വാട്സപ്പിൽ കൂടെ ഒരു മെസ്സേജ് അയച്ചാൽ അതവിടെ രജിസ്റ്റർ ചെയ്യപ്പെടും. നമ്മൾ ആപ്പുണ്ട്, പ്രത്യേക ആപ്പുണ്ട്, അതിനകത്ത് രജിസ്റ്റർ ചെയ്യാം. സ്ത്രീകൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ ഭയമായിരുന്നു. പക്ഷേ കേരളത്തിൽ എന്ത് പറ്റി? കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും സ്ത്രീ സാന്നിധ്യം ഉണ്ടായി. വിമൻ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടായി, വിമൻ സെല്ലുണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? വനിതാ കമ്മീഷൻ, ശക്തമായ വനിതാ കമ്മീഷൻ. അതുകൊണ്ട് ഒരു സ്ത്രീക്കും അവളുടെ പരാതി രജിസ്റ്റർ ചെയ്യുന്ന ഒരു പ്രയാസമല്ല, വളരെ ഈസിയായിട്ട് രജിസ്റ്റർ ചെയ്യും. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൺവിക്ഷനാണ്. ഇപ്പോൾ മോട്ടോർ കേസ് എടുക്കുക, ഇന്ത്യയിലെ ആവറേജ് കൺവിക്ഷൻ റേറ്റ് 29%. 100 കൊലക്കേസ് കോടതിയിലെത്തിയാൽ 29 കേസിൽ ശിക്ഷ വരത്തുള്ളൂ, ബാക്കി 71 കേസ് വിട്ടുപോകും. പക്ഷേ കേരളം 2010 ആയപ്പോഴേക്കും അത് 60% ക്രോസ് ചെയ്തു. 2015 ആയപ്പോഴത്തേക്ക് അത് 68%. ഇപ്പോൾ 71%. അതായത് 100 കൊലക്കേസ് കോടതിയിലെത്തിയാൽ
71 കേസിൽ ശിക്ഷ കിട്ടിയിരിക്കും. വളരെ അപൂർവമായിട്ടേ തെളിവില്ലാതെ പോവുള്ളൂ. ഇക്കാര്യത്തിൽ ജുഡീഷ്യറി വലിയൊരു പങ്കാണ്. ഇന്ത്യയിലെ ഒരു ജഡ്ജി എത്ര കേസ് ഡിസ്പോസ് ചെയ്യും, ആ കണക്കുണ്ട്. കണക്കിൽ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനത്തിലും ജഡ്ജിമാർ കേസ് ഡിസ്പോസ് ചെയ്യുന്നതിൻ്റെ 3 ഇരട്ടിയാണ് കേരളത്തിലൊരു ആവറേജ് ജഡ്ജി കേസ് ഡിസ്പോസ് ചെയ്യുന്നത്. ഇത്ര നല്ലൊരു ജുഡീഷ്യറി, ഇത്ര നല്ലൊരു പോലീസ് വന്നപ്പോഴത്തേന് 71% കൺവിഷൻ റേറ്റ് കിട്ടി. അതിൽ ബലാത്സംഗ കേസുകളിൽ 88% കൺവിഷനാണ് കേരളത്തിൽ. മറ്റേ ഉത്തരേന്ത്യയിലെ പെൺകുട്ടിയെ കൊണ്ടുപോയി 9 പേര് ബലാത്സംഗം ചെയ്യുക, കേസും ഇല്ല, ഒന്നുമില്ല, ബഹളമില്ല, പ്രതികളെ ജാഥയായിട്ട് കൊണ്ടുപോകും. ഇല്ല. ഗുജറാത്തിലെ ഒരു ഗർഭിണിയെ 8 പേര് കൂടി ബലാത്സംഗം ചെയ്തു. അവൻ ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ അവർക്ക് പരമ്പരയ്ക്ക് സ്വീകരണം കൊടുക്കുകയാണ് ഗുജറാത്തിൽ. ഇവിടെ ബലാത്സംഗ കേസിൽ 88% കൺവിക്ഷനാണ്. അപ്പോൾ ഈ കൺവിക്ഷൻ റേറ്റും രജിസ്ട്രേഷൻ എളുപ്പമായതോടുകൂടി വളരെ അത്ഭുതകരമായ പെർഫോമൻസായി മാറി. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഒരൊറ്റ കമ്മ്യൂണൽ റേറ്റ് ഇല്ല. കേരളത്തിലെ ഇന്ത്യയിലെ ആവറേജ് 1200 കമ്മ്യൂണൽ റേറ്റ് ഉണ്ടായി. അതിൽ ഓഫ് കോഴ്സ് മണിപ്പൂരിൽ 200ഓളം കമ്മ്യൂണൽ റേറ്റ് ഉണ്ടായി, വർഗീയതകളെ ഉണ്ടായി. പക്ഷേ കേരളത്തിൽ 10 കൊല്ലമായിട്ട് ഒറ്റ വർഗീയതകളെ ഇല്ല, ഒരൊറ്റ മാസ് വെടിവെപ്പില്ല. സാർ അത് പറയുമ്പോഴേ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ പിന്നെ പൂന്തുറ കലാപം, വിഴിഞ്ഞം കലാപം, തൈക്കൽ കലാപം, അതുപോലെ തന്നെ മാറാട് 1-2 കലാപം, പഴയകാല തലശ്ശേരി, ഇങ്ങനെ ഒരുപാട് കലാപങ്ങളുടെ ഒരു വല്ലാത്തൊരു കേന്ദ്രമായിരുന്നു പല ഘട്ടങ്ങളിലും കേരളം. പക്ഷെ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലെ ഇത്ര വർഗീയ കലാപങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പോലീസിങ് വളരെ പ്രധാനപ്പെട്ട. പോലീസ് എന്ന് പറയുന്നത് UDF സർക്കാരിന്റെ പഴയ കാലത്തുള്ള പോലീസും സംവിധാനമാണ്. പക്ഷെ അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. അതുപോലെ ഇന്റലിജൻസ്, പിന്നെ വളരെ പോലീസിന് എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്ത് മുഖം നോക്കാതെ നടപടിയെടുക്കാൻ ഒരു മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് കൈകാര്യം, മുഖ്യമന്ത്രിയുടെ മേന്മ വളരെ. മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു വർഗീയ കക്ഷി സമരം ഉണ്ടാക്കണമെങ്കിൽ ആ വർഗീയ കക്ഷിക്ക് ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടണം. അതെ, ഇവിടെ ഏത് വർഗീയ കക്ഷിയാണെങ്കിലും കൊള്ളാം, ഗവൺമെന്റിന് നിന്ന് സഹായം കിട്ടത്തില്ല. അതുകൊണ്ട് ആ വർഗീയ കക്ഷികൾ തലതാഴ്ത്തു, ഇവിടെ വർഗീയ കലാപം ഉണ്ടാകാതായി. പിന്നെ ലോ ആൻഡ് ഓർഡറിലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് മാത്രമല്ല, ഒരു ജനകീയ പ്രശ്നങ്ങളിൽ പോലീസ് ഇടപെടുന്ന വലിയ പരിപാടിയാണ്. അത് 2 സംഭവത്തിലാണ് അത് കണ്ടത്. ഒന്ന്, കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടു. ജനങ്ങൾക്ക് ഇത് ജനങ്ങളെ ഈ രോഗം പടരാതെ സൂക്ഷിക്കണം. അപ്പോൾ കേരളത്തിലെ എല്ലാ സ്ഥലത്തും പോലീസ് ഇറങ്ങി. 1400 പോലീസുകാർ കോവിഡ് പിടിച്ചു. അതിനകത്തൊരു 10ഓളം പോലീസുകാർ മരിച്ചു. പക്ഷേ ആ കോവിഡിനെ നിയന്ത്രിക്കുന്നതിൽ പോലീസ് ചെയ്ത ജാഗ്രത ഇന്ത്യയിൽ എല്ലാവരും അഭിനന്ദിക്കുന്ന ഒന്നാണ്. അതേസമയം ഇവിടുത്തെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കോവിഡ് പ്രതിരോധത്തിൽ നടത്തിയ സേവനത്തിന് ഇൻ്റർനാഷണൽ റെക്കഗ്നീഷൻ ഇവിടുത്തെ മെഡിക്കൽ മന്ത്രിക്ക് അമേരിക്കയും UNOയും വരെ അവാർഡ് കൊടുത്തു. അവിടെ പോലീസും ഡോക്ടറും മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒരുമിച്ച് ചെയ്തത് വലിയ അത്ഭുതമാണ്. അത് കഴിഞ്ഞ് 2 വെള്ളപ്പൊക്കം ഉണ്ടായി. 2018 വെള്ളപ്പൊക്കം, 2019 വെള്ളപ്പൊക്കം, 2021 ചെറിയ വെള്ളപ്പൊക്കം. ഈ വെള്ളപ്പൊക്കത്തിൽ ആളുകൾ ഒരു രക്ഷയില്ലാതെ വെള്ളത്തിൽ ഒറ്റപ്പെട്ട ദ്വീപുകളിലും മരത്തിന് മുകളിലൊക്കെ അഭയം പ്രാപിക്കുന്ന സമയത്ത് കടൽത്തീരത്ത് നിന്ന് മുക്കുവരുടെ നിന്ന് വെള്ളം കൊണ്ടുവന്ന് വള്ളത്തിനകത്ത് പോലീസ് മുക്കുവരോട് പോയി ഈ സ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ട് ആളുകളെ രക്ഷപ്പെടുത്തി ഹെലികോപ്റ്റർ കയറ്റി കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തി. അത്രയും വലിയൊരു 6 സംസ്ഥാനങ്ങളിലെ വെള്ളപ്പൊക്കം ഉണ്ടായി. ആ 5 സംസ്ഥാനങ്ങളിലുണ്ടായ മരണത്തെക്കാൾ വളരെ കൂടുതൽ ഉണ്ടാവേണ്ട കേരളത്തിലാണ്. പക്ഷെ പോലീസും ഇവിടുത്തെ മുക്കൂരും കൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചപ്പോഴാണ് അസാമാന്യമായ ഒരു സംഭവം. പിന്നെ പോലീസ് ഹെൽപ്പ് ഡെസ്ക് വലിയൊരു സേവനമാണ്. അതോടൊപ്പം തന്നെ ഈ ജനകീയ പോലീസ് എന്ന് പറയുന്നൊരു സംഭവം, അതായത് സാധാരണ ഇന്ത്യയിലൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു സാധാരണ ജനം പോകണ്ടാത്തൊരു ഇഷ്യൂ ആണെങ്കിൽ പോലും ആ ഇഷ്യൂവിന് പോലീസിൽ ചെന്നാൽ പോലീസ് 1/73 എന്നൊരു സർക്കിളുണ്ട്. ആ സർക്കിൾ അനുസരിച്ച് പോലീസ് ഇടപെടുകയും അത് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ചെയ്ത ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് ഈ കേരളത്തിൽ ഞങ്ങളൊക്കെ SPI ആയിരുന്ന സമയത്ത് കേരളത്തിൽ ആകെ 2 ലക്ഷം കേസേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ 2010 കഴിഞ്ഞോടുകൂടി ഒരു വർഷം ഇവിടെ 13 ലക്ഷം കേസ് വരാൻ തുടങ്ങി. 13 ലക്ഷം കേസ്, ഇപ്പോൾ 16 ലക്ഷം കേസാണ്. അപ്പോൾ ഈ 13 ലക്ഷം കേസ് അല്ലെങ്കിൽ 16 ലക്ഷം കേസിൻ്റെ കൂടെ തലേ വർഷത്തെ പെൻഡിങ് കേസുണ്ട്, അതൊരു 15 ലക്ഷം ഉണ്ടാവും. എല്ലാം കൂടി ഒരു 35 ലക്ഷം കേസ് അന്വേഷിക്കാനാണ്. അപ്പോൾ ശരിക്കൊരു പോലീസ് വർക്ക് ചെയ്യണമെങ്കിൽ 480 ജനങ്ങൾക്ക് ഒരു പോലീസ് വേണം. ആ കണക്കിന് 3.5 കോടി ജനങ്ങൾക്ക് പോലീസിനെ ഇവിടെ ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ 85,000 പോലീസ് വേണം. പക്ഷേ ഇവിടെ പോലീസ് 58,000 ഉള്ളൂ. അതിനകത്ത് ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ലോക്കൽ പോലീസ് 30,000 ഉള്ളൂ. ഈ 30,000 പേരാണ് 88,000 പേര് ചെയ്യേണ്ട ജോലി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഓവർ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. പക്ഷെ അവർ ഈ ജനങ്ങളെ സേവിക്കുന്നതോടൊപ്പം തന്നെ ഈ കേസ് അന്വേഷിക്കുന്നതിൽ ശുഷ്കാന്തി കാണിച്ചു. എന്തുപറ്റി? ഒരു വർഷം 20 ലക്ഷം കേസാണ് അന്വേഷിച്ച് കോടതിയിലോട്ട് ചാർജ് കൊടുക്കുന്നത്.
അങ്ങനെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് മാത്രം കേരള പോലീസ് അന്വേഷിച്ച് കോടതി കേസ് കൊടുത്ത കേസ് കംപ്ലീറ്റ് ചെയ്ത കേസുകളുടെ എണ്ണം 2,20,00,000 കേസാണ്. അപ്പോൾ 30,000 വരുന്നൊരു സേനയാണ് ഈ 2,20,00,000 കേസ് അന്വേഷിച്ച് ചാർജ് ചെയ്യുന്നത്. അത് അവിടെ ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ജഡ്ജിമാർ ചെയ്യുന്ന സേവനം നമ്മളെല്ലാം അത്ഭുതപ്പെടണം. ഉത്തരേന്ത്യയിലൊക്കെ ജഡ്ജി ചിലപ്പോൾ ലീവിന് പോയാൽ 10-15 ദിവസത്തേക്ക് ആളിനെ കാണത്തില്ല. ഇവിടെ പകൽ മുഴുവൻ ഒരു കേസ് കേട്ടിട്ട് ജഡ്ജിമാർ വീട്ടിൽ പോയിരുന്ന് ജഡ്ജ്മെന്റ് എഴുതിയുണ്ടാക്കി ഏറ്റവും സ്പീഡിയായിട്ട്. ഉത്തരേന്ത്യയിലൊക്കെ 9 വർഷം എടുത്തൊരു മർഡർ കേസ് വിധിക്ക് വരത്തുള്ളൂ. ഇവിടെ 2-2.5 വർഷം കൊണ്ട് കേസ് വിധിക്ക് വരികയാണ്. അപ്പോൾ ജുഡീഷ്യറിയും പോലീസും കൂടെ ഒത്തുനിന്നൊരു പ്രവർത്തനം കാരണം ഈ 2.25 കോടി കേസുകളിൽ തീരുമാനമെടുത്തു. ജനങ്ങൾക്ക് നീതി കിട്ടി. ശിക്ഷിക്കപ്പെടേണ്ടവർ ശിക്ഷിക്കപ്പെട്ടു. അങ്ങനെ ശിക്ഷിക്കപ്പെട്ടവർ ജയിലിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അവരെ റിഫോം ചെയ്യുന്ന രീതിയിൽ ജയിലിനെ മാറ്റിയെടുത്തു. മറ്റേത് ജയിലിൽ പോയി കഴിഞ്ഞാൽ അവന് എത്ര കാലം അവിടെ കിടക്കുന്ന അറിഞ്ഞൂടാ. 4 കൊല്ലം ജയിലിൽ കിടക്കേണ്ട ഒരുത്തൻ ബീഹാർ 36 കൊല്ലം ജയിലിൽ കിടന്നു. സുപ്രീം കോടതി അവസാനം ഇടപെടേണ്ടി വന്നു. കേരളത്തിൽ അതല്ല. ജയിലിൽ പോകുന്നവനെ അവനെ റിഫോം ചെയ്ത് നല്ല മനുഷ്യനാക്കി അവനെ പഠിക്കാൻ അവസരം കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് അവനെ കൊണ്ടുവരികയാണ്. അവന് കൊടുക്കുന്ന വേതനത്തിൽ നിന്ന് 30% അവൻ്റെ കൈ കൊണ്ട് വിക്ടിമിന് ആർക്കാണോ അവന് കൊടുക്കും. 50% അവൻ്റെ കുടുംബത്തിന് കൊടുക്കും പട്ടിണിയാവാതിരിക്കാൻ. ബാക്കി 20% തടവുകാരന് കിട്ടത്തുള്ളൂ. പക്ഷേ കഴിഞ്ഞ 10 വർഷം കൊണ്ട് തടവുകാരുടെ വേതനം തന്നെ 4 ഇരട്ടി വർദ്ധിച്ച് തടവുകാരനും കുടുംബത്തിനും വിക്ടിമിനും റിലീഫ് കിട്ടി. തന്നെയല്ല അവന് വിദ്യാഭ്യാസം ഞാൻ ജയിലിൽ പഠിക്കാൻ പറ്റും, ഡിഗ്രിക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അവന് റിഫോമാണ്. PhD വരെ എടുത്തവരുണ്ട്. PhD എടുത്തവരുണ്ട്. ഒരാൾ 3 പേര് PhD എടുത്തു. MBA എടുത്തവർ ഒരുപാട് പേരുണ്ട്. LLB എടുത്തവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു മാറ്റമാണ്. അപ്പോൾ ഈ പോലീസിനുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ ജൂലിയസ് സീസർ നാടകത്തിൽ പറയുന്നുണ്ട്, ദ ഈവിൾസ് ദാറ്റ് മെൻ ഡു ലിവ്സ് ആഫ്റ്റർ ദം ബട്ട് ദ ഗുഡ്സ് ആർ ഓഫ്റ്റ് ഇന്റർഡ് വിത്ത് ദർ ബോൺസ്. ഒരാൾ തെറ്റ് ചെയ്താൽ ഉടനെ അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവൻ നന്മ ചെയ്താൽ അവൻ്റെ എല്ലുകളോടൊപ്പം കുഴിച്ചിടക്കപ്പെടും എന്നാണ്. അപ്പോൾ UNOയുടെ നമ്മുടെ കോടതിയുണ്ട്, ജനീവ കോടതി. ആ കോടതി പറയുന്ന പ്രസിദ്ധമായൊരു വാചകമുണ്ട്. പോലീസിനെ സംബന്ധിച്ചോളം പറയുകയാണ്, വെനെവർ പോലീസ്മാൻ ഈസ് റൈറ്റ് നോബഡി റിമെമ്പേഴ്സ്, വെനെവർ ഈസ് റോങ് നോബഡി ഫോർഗെറ്റ്സ്. പോലീസിൽ ഏതെങ്കിലും ഒരു ചെറിയ തെറ്റ് അവനങ്ങ് അടിച്ച് പറത്തും. അവൻ ചെയ്യുന്ന നന്മകളെ പറ്റി കണക്കേ ഇല്ല. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഇംഗ്ലീഷുകാർ പറയും നെവർ മിസ് ദ വുഡ്സ് ഫോർ ദ ട്രീസ്. വനത്തിൻ്റെ മനോഹാരിത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മരം എടുത്തിട്ട് ആ മരത്തെ വർണ്ണിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ പോലീസ് ഈ 2.25 കോടി കേസ് അന്വേഷിച്ച് 71% പേരെ കൺവിക്റ്റ് ചെയ്ത് ആ ശിക്ഷ കിട്ടിയവന്മാരെ ജയിലിൽ കൊണ്ടുവന്ന് റിഫോം ചെയ്ത് നല്ല മനുഷ്യരാക്കി മാറ്റുകയാണ്. ഇതിന് കണക്കുമില്ല, ഒന്നുമില്ല. പക്ഷെ എവിടെയെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ ഒരു പോലീസുകാരന് അടി കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രം വിവാദം ഉണ്ടാക്കും. പക്ഷെ ഇങ്ങനെ വിവാദം ഉണ്ടാക്കുന്ന സമൂഹമായിട്ട് പോലും ഈ തെരഞ്ഞെടുപ്പിൽ പോലീസിനെ കുറ്റം പറയാൻ തയ്യാറില്ല. വളരെ അപ്രധാനമായ എന്തെങ്കിലും ഇഷ്യൂ എടുത്തിട്ട് അതിട്ടാണ് ഇലക്ഷൻ. അപ്പോൾ ഒരു ഇലക്ഷൻ വരുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട 4-5 വകുപ്പുകളാണ്. 1 ധനകാര്യം, 2 പോലീസ്, നീതിന്യായം എങ്ങനെ പോകുന്നു, 3 ഇൻഡസ്ട്രി, 4 അഗ്രികൾച്ചർ, പിന്നെ ഏറ്റവും ദരിദ്രരേഖയ്ക്ക് താഴെയുള്ള പാവപ്പെട്ടവരെ എങ്ങനെ സംരക്ഷിക്കുന്നു. ഇത് 5 എണ്ണമാണ് ഒരു ഇലക്ഷന് ചർച്ച ചെയ്യേണ്ട വിഷയം. ഈ ഇലക്ഷനിൽ ഇപ്പോൾ ഇതൊന്നും വിഷയമല്ല. ഏതെങ്കിലും പറയാനില്ല. ഏതെങ്കിലും ഈർക്കിൽ പാർട്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി, അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് സപ്പോർട്ട് കൊടുത്തില്ല, അവൻ ഇങ്ങോട്ട് സപ്പോർട്ട് കൊടുത്തു എന്നും പറഞ്ഞ് ആണ് ചർച്ച മുഴുവൻ. അപ്പോൾ ഈ വകുപ്പുകളുടെ കൂട്ടത്തിൽ വളരെ ശ്രദ്ധാപൂർവം ഈ പോലീസായിട്ട് അലൈഡ് ചെയ്ത് നിൽക്കുന്ന ഒരു വകുപ്പുണ്ട്. അതാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ കേരള ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷത്തെ പെർഫോമൻസിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അഭൂതപൂർവമായ ഒരു സർവീസാണ് ചെയ്തത്. ആദ്യത്തെ 5 കൊല്ലം മിനിസ്റ്റർക്ക് UNOയുടെ അമേരിക്കയുടെ അവാർഡ് കിട്ടി. കോവിഡ് ഉൾപ്പെടെയുള്ള കോവിഡ്. അത് കഴിഞ്ഞ് വീണ ജോർജ് വരുന്നു. വീണ ജോർജ് അതിഗംഭീരമായിട്ട് വർക്കാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ 3.5 കോടി ജനങ്ങളുണ്ട്. ഒരു കൊല്ലം കേരളത്തിലെ ഹോസ്പിറ്റൽസ് വരുന്ന OP 11,80,00,000 ഒരു വർഷം. അതായത് ഒരു മനുഷ്യൻ തന്നെ OPയിൽ 4 തവണ പോകുന്നുണ്ട്. 3.5 കോടി ജനങ്ങൾ 11.8 കോടി OP വരണമെങ്കിൽ ഒരേ ആള് ആവറേജിൽ 4 തവണ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അവൻ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് അവൻ്റെ അവിടെ നിന്ന് സർവീസ് കിട്ടുകയാണ്. പക്ഷെ ഒരു ഹോസ്പിറ്റലിൽ 250 പേർ നോക്കാനേ സൗകര്യമുള്ളൂ. അവിടെ വരുന്നത് 1000 പേരാണ്. അപ്പോൾ എന്ത് പറ്റും? അവന് കിടക്കാൻ സ്ഥലമില്ല, ചിലപ്പോൾ തറ കിടക്കേണ്ടി വരും. ഉടനെ ആരെങ്കിലും തറ കിടക്കുന്ന ആ ഫോട്ടോ എടുത്തിട്ട് ഉടനെ പത്രത്തിലിടും. 99 പേര് രക്ഷിച്ചാല ഈ പദ്ധതി വരുന്ന വാർത്ത. അപ്പോൾ ഇപ്പോൾ എന്ത് പറ്റി? ഇപ്പോഴേ കേരളത്തിലെ 28 ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രികൾ അമേരിക്കയിലുള്ള 3 റിയൽ എസ്റ്റേറ്റ് കമ്പനി വന്നിട്ട് 21,000 കോടി വാങ്ങിച്ചു കൂട്ടി. അവർ ആശുപത്രി നടത്തിപ്പേരെ അല്ല, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരാ. ബ്ലാക്ക് സ്റ്റോൺ ഉൾപ്പെടെ KLM ഉൾപ്പെടെ വന്നിട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 28 പ്രൈവറ്റ് ഹോസ്പിറ്റൽ വാങ്ങിച്ചു. അപ്പം അവർക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽ പേഷ്യൻസിനെ വേണം. അപ്പോൾ സർക്കാർ ഹോസ്പിറ്റൽസിനെ ആക്ഷേപിച്ചെങ്കിലേ
അവിടെ ആളിനെ കിട്ടുള്ളൂ. അപ്പോൾ അവിടെ കത്രിക കണ്ടു, അവിടെ അത് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഡോക്ടർ പേഷ്യൻറ്റിനെ നോക്കിയില്ല, ഒരു സ്ത്രീ പ്രസവം കഴിഞ്ഞ് മരിച്ചുപോയി. അപ്പോൾ നോർമൽ പ്രസവത്തിൽ 100 സ്ത്രീകൾ പ്രസവിച്ചാൽ 2-3 പേര് മരിക്കും. ആ കുട്ടി മരിക്കുന്ന എടുത്തിട്ടങ്ങ് ഹൈലൈറ്റ് ചെയ്യാൻ. അപ്പോൾ കേരളത്തിൽ മെഡിക്കൽ നെഗ്ലിജൻസിന് കേസ് എടുത്തിട്ടുണ്ട്, കോടതി റെക്കോർഡുണ്ടായിരുന്നു. അതായത് 100 മെഡിക്കൽ നെഗ്ലിജൻസ് കേസ് വരുമ്പോൾ 7% മാത്രമേ ഗവൺമെൻറ് ഹോസ്പിറ്റലുള്ളൂ. 93% മെഡിക്കൽ നെഗ്ലിജൻസ് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സ്ത്രീകൾ മരിക്കുന്നതും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കത്രിക വയറ്റിലിരിക്കുന്നതിനും പബ്ലിസിറ്റി ഇല്ല. ഈ 7% വരുന്ന സർക്കാർ ഹോസ്പിറ്റലിലുണ്ടായ നെഗ്ലിജൻസ് ആണ് ഈ പത്രത്തിൽ വരുന്നത് മുഴുവൻ. കാരണം എന്താണെന്നറിയാമോ? സർക്കാർ ഹോസ്പിറ്റലിൽ സർവീസ് ഇല്ല എന്ന് ജനത്തിനെ തെറ്റിദ്ധരിപ്പിച്ചെങ്കിലേ പ്രൈവറ്റ് ഹോസ്പിറ്റലാണേ പോകുള്ളൂ. ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ്, അവിടെ ചെന്ന് അഡ്മിഷൻ കഴിയുമ്പോൾ 2500 രൂപ, അവിടെ ചെല്ലുന്ന OP വരുന്ന 10 എണ്ണത്തിൽ 5 എണ്ണത്തിലങ്ങ് അഡ്മിറ്റ് ചെയ്യും. എന്നിട്ട് വേണ്ടാത്ത സർജറി എല്ലാം നടത്തും, കുറേ എണ്ണം ചത്തുപോകും. അവസാനം 2 ലക്ഷം രൂപ 4 ലക്ഷം രൂപ ബില്ലാവും. ഇപ്പം ഈ കേരളത്തിലെ ജില്ലാ ഹോസ്പിറ്റലുകളിൽ അവയവ മാറ്റം നടത്തുകയാണ്. എറണാകുളത്തെ ജില്ലാ ഹോസ്പിറ്റലിൽ അവയവ മാറ്റം നടത്തുകയാണ്. ഈ അവയവ മാറ്റം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യണമുണ്ടല്ലോ, 10 ലക്ഷം 8 ലക്ഷമാണ്. ലിവർ മാറ്റുന്നു കോട്ടയം മെഡിക്കൽ കോളേജ്. അപ്പോൾ ഈ 8 ലക്ഷം 10 ലക്ഷത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവന് തുച്ഛമായ തുക കിട്ടുകയാണ്. ആൻജിയോപ്ലാസ്റ്റിക് മെഡിക്കൽ കോളേജിൽ 1 പൈസ ഇല്ല, തുച്ഛമായ തുകയല്ലേ ഉള്ളൂ, പേരേ ഉള്ളൂ. അപ്പോൾ ഈ മെഡിക്കൽ നെഗ്ലിജൻസിൽ 93% പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയിട്ട് പോലും 7% സർക്കാർ ഹോസ്പിറ്റലിൽ അതിഗംഭീരമായിട്ട് സർവീസ് കൊടുക്കുന്നതിനകത്തുള്ള നെഗ്ലിജൻസ് എടുത്ത് പത്രങ്ങൾ അടിച്ച് പറത്തുകയാണ്. കാര്യം ഈ പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടി അമേരിക്കയിലെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് പൈസ മുടക്കുന്നത്. പത്രക്കാർക്ക് പൈസ കൊടുത്തിട്ടാണ് ഈ വാർത്ത ഇടുന്നത്. ശരിക്കും സാർ അതിൻ്റെ അകത്തൊരു ഗൂഢാലോചനയല്ലേ? ഗൂഢാലോചനയുണ്ട്, ഭയങ്കര ഗൂഢാലോചനയാണ്. ഈ പേഷ്യൻസിനെ മെഡിക്കൽ ഹോസ്പിറ്റലിൽ നിന്ന്, മെഡിക്കൽ കോളേജിൽ നിന്ന് അവനെ തെറിപ്പിക്കണം, അതിനുവേണ്ടിയാണ് ഈ കള്ളപ്രചരണം നടത്തുന്നത്. അപ്പോൾ ഈ ജുഡീഷ്യറിയും പോലീസും മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഈ വലിയ പ്രശ്നം. അപ്പോൾ ഇവിടെ ഈ ഒരു ഇലക്ഷൻ വന്നിട്ട് പോലീസ് അതിൽ വിഷയമേ അല്ല, ജുഡീഷ്യറി അതിൽ വിഷയമല്ല, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് വിഷയമല്ല, പോവർട്ടി അലിവിയേഷൻ അവർക്ക് വിഷയമേ അല്ല. ഇത്രയും പേരെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കൊണ്ടുവന്നിട്ട് ഇലക്ഷൻ അത് വിഷയമല്ല. മനസ്സിലാവുന്നുണ്ട്? ഈ ഇലക്ഷന് അവർക്ക് കള്ളങ്ങൾ പഠിച്ചുണ്ടാക്കാം, നുണകൾ പഠിച്ചുണ്ടാക്കാം. ഇലക്ഷൻ SDPI, ശബരിമല കൊള്ള, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ 10 കൊല്ലത്തെ ഗവൺമെന്റ് പെർഫോമൻസ് ഉണ്ടല്ലോ, 54 ഡിപ്പാർട്ട്മെന്റിലെ കേരള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ 54 ഡിപ്പാർട്ട്മെന്റിൽ എന്ത് സംഭവിച്ചെന്നല്ലേ ഇലക്ഷന് ചർച്ച ചെയ്യേണ്ടേ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് 8 എണ്ണമാണ്. ആ 8 എണ്ണമാണ് ചെയ്യേണ്ടത്. കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കിട്ടാഞ്ഞിട്ട് പോലും ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ ഇത്ര ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നു, ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നമല്ലേ? കിഫ്ബി എങ്ങനെ ഇത്രയും ഡെവലപ്മെന്റ് നടത്തി, കോടിക്കണക്കിന് രൂപയുടെ ഡെവലപ്മെന്റ് എങ്ങനെ കൊണ്ടുവന്നു, നമ്മുടെ ഇൻഡസ്ട്രി എങ്ങനെ വളർന്നു, എത്രയോ പൂട്ടിക്കിടന്ന ഇൻഡസ്ട്രീസ് റീഓപ്പൺ ചെയ്തു, കാർഷിക വ്യവസ്ഥയിലുണ്ടായ മാറ്റം എന്താണ്, പാവപ്പെട്ടവനെ അതിദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടു, ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. ഇതൊന്നും ചർച്ചയില്ലാതെ ജനശ്രദ്ധ മുഴുവൻ വളരെ അപ്രധാനമായ എന്തെങ്കിലും 2-3 ഇഷ്യൂ എടുത്തിട്ടിട്ട് അങ്ങോട്ട് മാറ്റുകയാണ്. റിമോട്ടായ ഏരിയാസിൽ ഏറ്റവും കൂടുതൽ പട്ടയം കൊടുത്തത് ഈ കഴിഞ്ഞ 10 വർഷമാണ്. ഡൽഹിയിലും UPയിലും ഒക്കെ കോളനി താമസിക്കുന്നവർ പട്ടയില്ല എന്ന് പറഞ്ഞ ആളുകളെ കുടിയിറക്കി വിടുകയാണ്. ബാംഗ്ലൂർ കണ്ടില്ലേ, മൊത്തം 400 കുടുംബങ്ങളെ അടിച്ചങ്ങ് റോഡിലിറക്കാണ്. ഗാസായിലെ പാലസ്തീനുകൾ നിൽക്കുന്ന പോലെ ജനം നിൽക്കുകയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സംഭവം കേരളത്തിലുണ്ടായില്ല. കേരളത്തിൽ ജനങ്ങൾക്ക് മാക്സിമം വീട് വെച്ച് കൊടുത്തു, ലൈഫ് മിഷൻ അനുസരിച്ച് മാക്സിമം വീട് വെച്ച് കൊടുത്തു, അവർക്ക് മാക്സിമം സുസ്ഥിരമായ ജീവിത സൗകര്യം കൊടുത്തു, പട്ടയം ഏറ്റവും കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പിന്നെ അവകാശ തർക്കമുള്ള കേസിൽ മാക്സിമം കേസിൽ അവർക്ക് തർക്ക പരിഹാരം കൊടുത്തു. എന്നിട്ട് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ പുറത്തു കൊണ്ടുവന്നു. ഇന്ന് അത്ഭുതകരമായ ഒരു രീതിയിലാണ്. പിന്നെ മാൾട്ട് ന്യൂട്രീഷൻ എന്ന സാധനം കേരളത്തിൽ ഓൾമോസ്റ്റ് നില്ലാണ്. അപ്പോൾ ഇന്ത്യയിലെ 41 കോടിയോളം ആളുകൾക്കാണ് അണ്ടർ നറിഷ്മെൻറ്റ്, ആവശ്യത്തിന് ഫുഡ് കിട്ടാറില്ല. കുട്ടികളിൽ 40% അണ്ടർ നറിഷ്ഡാണ്. പക്ഷെ ആ ഒരു സംഭവം കേരളത്തിലില്ല. കേരളത്തിൽ ഏത് കുട്ടിയാണെങ്കിലും കൊള്ളാം, ഭക്ഷണം കിട്ടാതെ പ്രശ്നമില്ല. ആ കുട്ടിക്ക് സ്കൂൾ വിദ്യാഭ്യാസം കിട്ടാത്ത പ്രശ്നമില്ല. ഇന്ത്യയിലെ 2.5 ലക്ഷം ഗ്രാമങ്ങളിൽ സ്കൂളില്ല. കേരളത്തിലെ ഒറ്റ ഗ്രാമത്തിൽ പോലും സ്കൂളില്ലാത്ത ഗ്രാമമില്ല. ചില ഗ്രാമത്തിൽ 10-11 സ്കൂൾ വരെ ഉണ്ട്. കുട്ടിക്ക് സ്വസ്ഥമായിട്ട് പഠിക്കാം, 10ാം ക്ലാസ് വരെ പരാജയഭയമില്ലാതെ പഠിക്കാം, അത് കഴിഞ്ഞ് കോളേജിൽ പഠിക്കാം, സുസ്ഥിരമായ വിദ്യാഭ്യാസം. അപ്പം അതൊരു വലിയ നേട്ടമാണ്. അതുകൊണ്ട് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ വെച്ച് നോക്കുമ്പോൾ പോലീസ് ഇഷ്യൂ അല്ലാത്തൊരു ഇലക്ഷനാണ്. അത് ജനങ്ങൾ ഭംഗിയായിട്ട് മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഈ മേജർ ഡിപ്പാർട്ട്മെൻറ്റ് ചർച്ചയ്ക്ക് വന്നില്ല എന്നുള്ളത് തന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റ് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത് കുറ്റം പറയാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്
അത് മേജർ ഇഷ്യൂ അല്ലാത്തത്. സാറേ, ഇത് പറയുമ്പോഴേ നമ്മുടെ പോലീസിങ്ങിന്റെ ഏറ്റവും പ്രത്യേകിച്ച് കേരള പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്ന് കുറ്റാന്വേഷണത്തിലെ മികവാണ്. അതെ, ഒരുപാട് തവണ കേരളത്തിലെ വളരെ പ്രശസ്തമായ കേസുകൾ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്, നമ്മുടെ ഓഫീസർമാരെ അത്രയും. പക്ഷെ എന്നിട്ട് പോലും ഈ ചില കോണുകളിൽ നിന്നെങ്കിലും എന്തെങ്കിലും കേസുകളുണ്ട്, അപ്പം CBI ഏൽപ്പിക്കണം എന്നുള്ള മുറവിളി. ഇത് യഥാർത്ഥത്തിൽ ഈ കേരള പോലീസിനെക്കാളും മികച്ചതാണോ CBI? അല്ല, CBI ഏൽപ്പിച്ച കേസുകളിൽ കൺവിക്ഷൻ റേറ്റ് 1% ആണ്. കേരളത്തിലെ കേസ് 71% ആകുമ്പോൾ CBIയുടെ കൺവിക്ഷൻ റേറ്റ് അവരുടെ കയ്യിലിരിക്കുന്ന ടോട്ടൽ കേസിൽ 1% മാത്രമേ കൺവിക്ഷനിൽ എത്തിയിട്ടുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ലോക്കൽ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കത്തില്ല എന്നുള്ള കാരണം വെച്ചിട്ടാണ് CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. വേറൊന്ന്, നമ്മുടെ പോലീസിന്റെ മറ്റൊരു മികവ് എന്ന് പറഞ്ഞാൽ ജെൻഡർ ഇക്വാളിറ്റിയാണ്. അതായത് സ്ത്രീ സൗഹൃദമാണ് കേരള പോലീസ്. അത് പോലീസിലെ അംഗസംഖ്യ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ ഡയറക്റ്റ് സബ് ഇൻസ്പെക്ടർമാർ പോലും വനിതകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വനിതാ പോലീസ് കേരളത്തിൽ ആദ്യമായി ഒരു വനിതാ ബറ്റാലിയൻ വരുന്നത് കഴിഞ്ഞ ഈ 10 വർഷത്തിൻ്റെ ഇടയിലാണ്. പിന്നെ പിങ്ക് പോലീസ് വരുന്നു, പിങ്ക് ബീറ്റ് വരുന്നു. അങ്ങനെ കുറെ, അതായത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ സെൽഫ് ഡിഫൻസ് പരിശീലനങ്ങൾ സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് അടക്കം നൽകുന്നു. സാർ നേരത്തെ പറഞ്ഞ പോലെ അതുകൊണ്ട് തന്നെ ഒട്ടും ഭയമില്ലാതെ ഏതൊരു സ്ത്രീക്കും പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് പരാതി പറയാനും തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പിൽ പറയാം. കാരണം ഏത് സമയത്ത് ചെന്നാലും അവിടെ അർദ്ധരാത്രി ചെന്നാൽ പോലും ഒരു വനിതാ പോലീസ് ആ സ്റ്റേഷനിലുണ്ട്. ഇത് ശരിക്കും നമ്മുടെ കേരള പോലീസിന്റെ ഒരു വളരെ നല്ലൊരു മുഖല്ലേ? 1996 48,000 പുരുഷ പോലീസിന് 317 വനിതാ പോലീസ് ഉണ്ടായിരുന്നു. 1996 വനിതാ കമ്മീഷൻ ഞാൻ ഡയറക്ടറായിട്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് വനിതകളുടെ ശതമാനം 10% ആക്കണം. അത് ഞാൻ ഡയറക്ടറായിട്ടിരിക്കുന്ന സമയത്ത് അക്കാഡമിയിലാണ് 2400 പെൺകുട്ടികളെ ട്രെയിൻ ചെയ്യുന്നു. 6 ബാച്ചായിട്ട് ട്രെയിൻ ചെയ്തു. അങ്ങനെ വനിതകളുടെ അംഗസംഖ്യ 317 ഉണ്ടായിരുന്നത് 3000 ഉയർത്തി. അതിനുശേഷം ഫർദർ റിക്രൂട്ട്മെൻറ്റ് വന്ന സമയത്താണ് പണ്ട് SI-മാർ പുരുഷന്മാർ മാത്രം മത്സരിക്കാൻ പറ്റും, സ്ത്രീകൾക്ക് മത്സരിക്കാൻ പറ്റിയല്ലായിരുന്നു. ആ ഒരു കേസിലാണ് ആ സെക്സ് ഡിഫറൻസ് അതിനകത്ത് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വനിതകൾ SI-മാരായിട്ട് വന്നു. ഇപ്പോൾ ഓരോ ബാച്ചിലും 50-60 വനിതകൾ SI-മാരായിട്ട് വരികയാണ്. ഇപ്പോൾ കേരള പോലീസിൻ്റെ 8% വനിതകളാണ്. ഇനി 2% മതി 10%ലേക്ക് എത്താൻ. അപ്പോൾ വനിതകളുടെ അംഗസംഖ്യ കൂട്ടിയത് മാത്രമല്ല, അവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ഏത് പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ത്രീക്ക് ഒരു വനിതാ പോലീസിൻ്റെ ചെല്ലത്തക്ക സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ആ ഇനിക്വാളിറ്റി ഇല്ലാതാക്കി. അതുകൊണ്ട് തന്നെ ഒരു ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടി വരുമ്പോൾ പണ്ട് പുരുഷ പോലീസ് സ്ത്രീകളെ വലിച്ചടിച്ചുകൊണ്ടൊന്നും സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പം അത് വേണ്ട, സ്ത്രീകൾ തന്നെ പോയി സംസാരിച്ച് കൊണ്ടുവരും. സ്ത്രീകൾക്ക് വീട്ടിൽ ചെന്ന് നീതി കിട്ടും. പെട്രോളിങ് വന്നതോടുകൂടി വീട്ടിൽ ചെന്നിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നോക്കിയിട്ട് ആ പ്രശ്നം പരിഹരിക്കും. അങ്ങനെ വനിതകളുടെ ഈ അംഗസംഖ്യ ഉണ്ടാക്കിയതും സ്ത്രീകൾക്ക് നീതി കൊടുത്തതും പോലീസ് ചെയ്ത വലിയൊരു കാര്യമാണ്. കഴിഞ്ഞ ഒരു 25 കൊല്ലം കൊണ്ട് നേടിയെടുത്ത ഗംഭീരമായ ഒരു വിജയമാണ്. അത് കഴിഞ്ഞ 10 കൊല്ലം അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റിയെന്നുള്ളതാണ്. മറ്റൊരു കാര്യം അവസാനമായിട്ട് ചോദിക്കുക, ഇപ്പോൾ നമ്മളിതെല്ലാം പറയുമ്പോഴും വളരെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത് പോലീസ്. ഇപ്പോൾ നമ്മൾ പറയാറ് ബ്രിട്ടീഷുകാരെ രൂപപ്പെടുത്തിയ ഒരു പോലീസ് സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൻ്റെ ചില അവശിഷ്ടങ്ങൾ ഇപ്പോഴും പലയിടത്തുണ്ട്. പിന്നെ ഈ പോലീസിൽ വരുന്ന ആളുകൾ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം കൂടിയാണ്. സമൂഹത്തിൻ്റെ എല്ലാ ഗുണങ്ങളുള്ളതുപോലെ അവരുടെ മേന്മകളുള്ളതുപോലെ ചില തെറ്റായ ദുഷിപ്പുകളും ഈ ആളുകളിൽ ഉണ്ടാവും. അപ്പോൾ വളരെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഇപ്പം എല്ലാ കാലത്തുള്ളതുപോലെ നമ്മൾ കാണാറുണ്ട്. ശരിക്കും അതും കൂടെ ശരിക്കും പോലീസിന് പരിശീലനമൊക്കെ അത്യാധുനിക പരിശീലനമൊക്കെ ആണെങ്കിൽ പോലും അതും കൂടെ ശരിക്കും പോലീസ് സംവിധാനത്തിൽ നിന്ന് നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യേണ്ടതല്ലേ? അതല്ല, 100 പേരെ എടുത്താൽ അതിൽ 3 പേര് ഡെലിങ്ക്വൻസ് ആണ്. അതായത് ജനസംഖ്യയുടെ 3% ക്രിമിനൽ ടെൻഡൻസി ഉള്ളവരാണ്. അപ്പോൾ 60,000 പോലീസുകാരുള്ളപ്പോൾ അതിൻ്റെ 3% എന്ന് പറഞ്ഞാൽ 400 പേര് ക്രിമിനൽസ് പോലീസിനകത്തുണ്ട്. അപ്പോൾ പോലീസിന് റിക്രൂട്ട്മെൻറ്റ് സമയത്ത് അവരുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും സൈക്കോളജിക്കൽ ടെസ്റ്റും നടത്തണമെന്ന് പറഞ്ഞ് ഹൈക്കോടതി പോയി. ഹൈക്കോടതി സമ്മതിച്ചിട്ടില്ല. അപ്പോൾ IPS-നാണെങ്കിൽ ഒരാളെ റിക്രൂട്ട് ചെയ്യുമ്പോഴേ അവന് സൈക്കോളജിക്കൽ ആബറേഷൻ കൊണ്ട് അവനെ എടുക്കാൻ സമ്മതിക്കത്തില്ല, മാനസിക രോഗം കൊണ്ട് എടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ എൻട്രി പോയിന്റ് ഇങ്ങനെ കടന്നുകൂടിയ 100-400 പേർക്ക് ചില സമയത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാം. അവരെ അച്ചടക്ക നടപടി എടുത്ത് മാറ്റി നിർത്തുക നിവൃത്തിയുള്ളൂ, അല്ലെങ്കിൽ ലോക്കൽ പോലീസ് നിന്ന് മാറ്റി നിർത്തിയേ നിവൃത്തിയുള്ളൂ. പക്ഷേ ഇതിനപ്പുറത്തായിട്ട് വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പോലീസ് ഒരു അവധിയും ഇല്ലാത്തൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഓണമില്ല, ക്രിസ്മസ് ഇല്ല, പെസഹ ഇല്ല, ഒന്നുമില്ല ക്രിസ്ത്യാനിക്ക്. അവന് റംസാനും ഇല്ല, മുഴുവൻ വർക്കാണ്. അപ്പം 24 hours അവൻ ഡ്യൂട്ടിയിലാണ്.
അപ്പോൾ ഈ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ പോലീസ് ഒരു സോഷ്യൽ കണക്കെടുത്തു. അതായത് പോലീസ് കിട്ടുന്ന ശമ്പളവും അവൻ ചെയ്യുന്ന ജോലിയുമായിട്ട് അവൻ്റെ വർക്ക് കോമ്പണൻ്റ് എക്കണോമിക്കൽ ആസ്പെക്റ്റിൽ കാൽക്കുലേറ്റ് ചെയ്തു. മാനേജ്മെൻറ്റ് സ്റ്റഡിയാണ്. അപ്പോൾ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ₹1 ഒരു പോലീസുകാരൻ ശമ്പളം കിട്ടുമ്പോൾ അവൻ ₹5.32 ജോലി ചെയ്യുന്നതാണ്. ആ റിപ്പോർട്ട് കേരള ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇരിപ്പുണ്ട് അതിൻ്റെ ഒരു കോപ്പി. അപ്പോൾ ₹1 കൊടുത്തിട്ട് അവന് ₹5.32 ജോലി ചെയ്യിക്കുമ്പോൾ അവൻ ഓവർ വർക്ക്ഡാണ്. അവന് സ്വന്തം ഭാര്യയുടെ അടുത്ത് പോയി മക്കളുടെ അടുത്ത് പോയി സൗഹൃദമായി ഇടപെടാൻ പറ്റിയില്ല. പിന്നെ ഈ പോലീസിന് ലൊക്കൌട്ട് പ്രിൻസിപ്പിൾ എന്നൊരു പ്രിൻസിപ്പിളുണ്ട്. അതായത് 2 വസ്തുക്കൾ ഒരുമിച്ച് ചേരുമ്പോൾ സൾഫറും ഫോസ്ഫറസും ഒരുമിച്ച് ചേർന്നാൽ സൾഫറിൻ്റെ കുറേ ഗുണം ഫോസ്ഫറസിൽ പോകും, ഫോസ്ഫറസിൻ്റെ ഗുണം ഇങ്ങോട്ടും വരും. ഉപ്പും ശർക്കരയോടെ ചേർത്താൽ ഉപ്പിൻ്റെ കുറേ ഗുണം ശർക്കരയ്ക്ക് പോകും, ശർക്കരയുടെ കുറേ ഗുണം ഉപ്പിലോട്ട് കയറും. അപ്പോൾ ഈ പോലീസുകാർ നിരന്തരം ക്രിമിനൽസായിട്ട് ഇടപെടുകയാണ്. അപ്പോൾ ഈ പോലീസിൻ്റെ കുല ഗുണങ്ങൾ അവർക്ക് കിട്ടുമ്പോൾ കുറേ ക്രിമിനൽസിനും കൂടി ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ വളരെ നല്ലൊരു പോലീസുകാരൻ പോലീസ് സർവീസിൽ കയറിയാലും അവൻ ഇടപെടുന്ന ദേശത്തെ ക്രിമിനൽസുമായിട്ട് ഇടപെടുമ്പോൾ കുറച്ച് ക്രിമിനൽ ടെൻഡൻസി അവനിലേക്ക് വരും ഈ ലൊക്കൌട്ട് പ്രിൻസിപ്പിളിൽ. അപ്പോൾ ഈ കയറുമ്പോൾ 3% ഡെലിങ്ക്വൻ്റ് ആണ്. അത് കയറിയ ശേഷം ഈ ലൊക്കൌട്ട് പ്രിൻസിപ്പിൾ വെച്ചിട്ട് കുറേ ചീത്ത സംഭവങ്ങൾ പോലീസിലേക്ക് സംക്രമിക്കും. പിന്നെ ഒരു മനുഷ്യൻ നല്ലവനാവണമെങ്കിൽ അവൻ്റെ വീട്ടിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ, മക്കളോടും ഭാര്യയോടും ഒക്കെ സ്നേഹം പ്രകടിപ്പിക്കാൻ അവസരം കിട്ടണം. അത് ഭാര്യയുടെ അടുത്ത് പോകാൻ വയ്യ, മക്കളുടെ അടുത്ത് പോകാൻ വയ്യ. ഭാര്യ കോട്ടയത്ത് കിടക്കും, ഇവനെ എടുത്തിട്ട് തൃശ്ശൂരിനടിക്കും. അവൻ അവിടെ നിന്ന് ഇവിടെ ഒന്നും ഭാര്യയും മക്കളെ നോക്കാൻ വയ്യ. പിന്നെ ഭാര്യ നിൽക്കുന്ന വീട്ടിൽ അവൾക്ക് ചിലപ്പോൾ അസൗകര്യങ്ങളുള്ള വീടായിരിക്കും. പോലീസുകാരൻ്റെ ബന്ധുക്കൾ ഈ സ്ത്രീയെ ശരിക്കും കൈകാര്യം ചെയ്തില്ല. അപ്പോൾ ഈ ഫ്രസ്ട്രേഷൻ അവനോട് വരുന്നു കഴിയുമ്പോൾ അവൻ കുറച്ച് ഫ്രസ്ട്രേറ്റായി നിൽക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഒരു ക്രിമിനൽ കയറി മിസ്ബിഹേവ് ചെയ്യുന്നത്. ആ സമയത്തിന് നിയന്ത്രണം പോകും. അവൻ ചിലപ്പം അടിപറ്റിക്കും, മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അങ്ങനൊരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അത് പോലീസിനെ മുഴുവൻ അടിച്ചാക്ഷേപിക്കാൻ വേണ്ടി ഈ ചാനലുകളും സോഷ്യൽ മീഡിയ എടുത്തങ്ങ് പ്രയോഗിക്കും. അത് വളരെ തെറ്റായ ഒരു ടെൻഡൻസിയാണ്. പക്ഷേ പോലീസ് നന്മകളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയല്ല. പക്ഷേ അടുത്ത കാലത്ത് നമുക്കുണ്ടായ ഗുണം എന്ന് വെച്ചാൽ പണ്ട് വല്ലപ്പോഴും ഒരു പോലീസുകാരനൊരു പ്രസിഡന്റ് മെഡൽ കിട്ടും, അത്രേ ഉള്ളൂ. അത് IPSകാർക്ക് മറ്റവരും കിട്ടിക്കഴിഞ്ഞിട്ട് താഴത്തെ ലെവലൊന്നും കിട്ടത്തില്ല. പക്ഷേ ചീഫ് മിനിസ്റ്റേഴ്സ് മെഡൽ എന്നൊരു മെഡൽ വന്നതോടുകൂടി മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ 10-200 പേർക്ക് ഈ മെഡൽ കിട്ടും. അതെ. അപ്പോൾ 10-200 മെഡൽ കിട്ടുമ്പോൾ അവൻ എന്തെല്ലാം നല്ല കാര്യം ചെയ്തു എന്ന് ലിസ്റ്റ് ഉണ്ടാവും. പത്രത്തിൽ വാർത്ത വരും, അവൻ്റെ ഫോട്ടോ വരും. അപ്പോൾ ജനങ്ങൾ നോക്കും, ഇവൻ കൊള്ളാമല്ലോ, ആൾ ഇവൻ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തല്ലോ എന്ന് തോന്നും. പിന്നെ പോലീസ് ഈ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ ഒരു കുട്ടി വെള്ളത്തിൽ വീണു, പോലീസായിട്ട് ചെന്ന് ആ കുട്ടിയെ രക്ഷപ്പെടുത്തി. കിണറ്റിലൊരു കുട്ടി വീണു, അല്ലെങ്കിൽ ഒരു പശു വീണു, പോലീസ് ചെന്നിട്ട് രക്ഷപ്പെടുത്തുകയാണ്. ചിലപ്പോൾ ഫയർ സർവീസിനെ കൂടെ പോയിട്ട് രക്ഷപ്പെടുത്തും. ഒരു സ്ഥലത്ത് ഒരു തീപിടുത്തം ഉണ്ടായി, ആദ്യം പോലീസായിരിക്കും വരുന്നത്, അത് കഴിഞ്ഞായിരിക്കും ഫയർ സർവീസ് വരുന്നത്. അപ്പോൾ കടയിലെ തീ അണച്ചു, ജനങ്ങളെ രക്ഷിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസാസ്റ്റർ റിലീഫ് ചെയ്യുമ്പോഴത്തേന് ആ നാട്ടിലെ ജനങ്ങൾക്ക് പോലീസിനെ പറ്റി പോലീസ് വന്ന് ഇത്രയും ചെയ്തല്ലോ. അതിനിടയ്ക്ക് പോലീസുകാർക്ക് മരണം ഉണ്ടാവും. ഇപ്പം ഒരു ആണ്ടിൽ 10-700 പോലീസുകാരാണ് ഇന്ത്യയിൽ മരിക്കുന്നത്. കേരളത്തിലും 4-5 പേരൊക്കെ ഒരാണ്ടിൽ മരിക്കുന്നുണ്ട്. അപ്പോൾ ആ പോലീസ് ചെയ്യുന്ന സേവനത്തിനിടെ മരിക്കുന്നത്. ആ സേവനം ഞങ്ങളുടെ ഇടയിൽ പോലീസിനെല്ലാം മതിപ്പുണ്ടാക്കും. അതിനൊക്കെ ചീഫ് മിനിസ്റ്റർ മെഡൽ കിട്ടും, പ്രസിഡന്റ് മെഡൽ കിട്ടും. ചിലപ്പോൾ അത് മരിച്ചു കഴിഞ്ഞ് കുടുംബത്തെ വിളിച്ചിട്ടാണ് മെഡൽ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ പബ്ലിക് സർവീസ് അംഗീകരിക്കപ്പെടുമ്പോൾ പോലീസിന് അംഗീകാരം കിട്ടും. പക്ഷേ ഇത്രയും ഓവർ വർക്കുള്ള ഡിപ്പാർട്ട്മെൻറ്റ് വേറെ ഇല്ലാത്തതുകൊണ്ട് പോലീസിനെ ഈ പ്രോത്സാഹിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ പോലീസിനൊരു നിരുത്സാഹമാണ് വരുന്നത്. ഇത് പറയുമ്പോഴേ നമ്മുടെ കേരളത്തിൽ ഇപ്പം സർവീസ് സംഘടനകൾ ഏറ്റവും ശക്തമായ ഒരു സംസ്ഥാനമാണ് കേരളം. എല്ലാ തലത്തിലും ഇപ്പം പോലീസിലുണ്ട്, IPS മുതൽ സിവിൽ പോലീസ് ഓഫീസർമാരുടെ. അപ്പോൾ പോലീസിലെ ഈ സംഘടനാ പ്രവർത്തനം ശരിക്കും പോലീസുകാർക്ക് കുറെ അവർക്ക് കാര്യങ്ങൾ, കാരണം പോലീസിലെ ഒരു ഹയറാർക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിഷയം പറയണമെങ്കിൽ SHO മുതൽ അങ്ങോട്ട് പോകണം. നേരിട്ട് പോലീസുകാർക്ക് വേറെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ സമീപിക്കാൻ പറ്റില്ല. അടുക്ക് DGP ഒക്കെ അടുക്ക് ഇതിന് അദാലത്തുകളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ പോലും അപ്പം ഒരു സംഘടന ശരിക്കും അവർക്ക് ഒരു വല്ലാതൊരു പരിരക്ഷ നൽകുന്നില്ലേ? അപ്പോൾ കേരളത്തിലാണ് ആദ്യമായിട്ട് പോലീസ് സംഘടന വന്നത്. പിന്നെ തമിഴ്നാട്ടിലും ബംഗാളിലും വന്നു, ത്രിപുരയിൽ വന്നു. അപ്പോൾ പൊതുവെ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ ഈ സംഘടനകളെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ മറ്റുള്ള ഗവൺമെൻറ് സാറിന് സമ്മതിച്ചില്ല. പക്ഷേ ഈ പോലീസ് സംഘടന 1971 വന്ന ശേഷം പിന്നെ ഏകദേശം 18ഓളം സംസ്ഥാനങ്ങളിൽ പോലീസ് അസോസിയേഷൻസ് ഉണ്ടായി. പക്ഷേ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പല സംഘടനകൾ അടിച്ചമർത്തപ്പെട്ടു. അത് കഴിഞ്ഞ് ഈ 2010 ആയപ്പോഴത്തേന് 4 സംസ്ഥാനം ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനത്തിനും പോലീസ് അസോസിയേഷൻ പിരിച്ചുവിടപ്പെട്ടു. സംസ്ഥാന ഗവൺമെൻറ്റുകൾ അസോസിയേഷൻ പിരിച്ചുവിട്ടു. 2010 ആയപ്പോഴത്തേന് പിരിച്ചുവിട്ടു. ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും
അങ്ങനെ ഒരു 5 സംസ്ഥാനങ്ങളിലെ ഇപ്പോൾ അസോസിയേഷൻ ബാക്കിയുള്ളൂ. ബാക്കിയുള്ള പോലീസ് അസോസിയേഷൻ പോയി. അപ്പോൾ അസോസിയേഷൻ ഉള്ളപ്പോൾ പോലീസുകാർക്ക് അവരുടെ ഒരു സങ്കടം നേരിട്ട് അസോസിയേഷൻ്റെ അകത്ത് എത്തിക്കാം. ഇവൻ നേരിട്ട് പോകാതെ തന്നെ അസോസിയേഷൻ ആ സങ്കടം മേളിലെത്തിക്കും. മേളിലെത്തിച്ച് കഴിയുമ്പം അതിന് SP ലെവലൊരു പരിഹാരമുണ്ട്. അത് കഴിഞ്ഞ് DGP ലെവലൊരു പരിഹാരമുണ്ട്. പിന്നെ ചില ഇഷ്യൂസ് ജനറലാണ്, ഒരു പോലീസുകാരൻ്റെ അല്ല, കേരളത്തിൽ മുഴുവൻ പോലീസുകാർക്കുള്ള ഒരു പ്രശ്നമാണ്. ആ പ്രശ്നം അസോസിയേഷൻ സംസ്ഥാനത്തിൽ DGPയുടെ അടുത്ത് എത്തിക്കും. അപ്പോൾ DGP അത് വർക്കൗട്ട് ചെയ്തിട്ട് അത് മുഖ്യമന്ത്രിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് പരിഹാരം കണ്ടെത്തും. ഇത് വളരെ നല്ല ഒരു കാര്യമാണ്. അപ്പോൾ അസോസിയേഷൻ വഴിയുള്ള പ്രശ്ന പരിഹാരം. അപ്പോൾ കേരളത്തിലെ പോലീസ് ഇത്ര ഭംഗിയായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു കാരണം പോലീസ് അസോസിയേഷനാണ്. വളരെ കമ്മിറ്റഡായ ഒരു ലീഡർഷിപ്പ് പോലീസ് അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ അവർ ഓരോ ജില്ലയിലും പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവരുടെ ഇത് ചെയ്യും. അപ്പോൾ പോലീസ് അസോസിയേഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കുട്ടികളുടെ കരിയർ ഗൈഡൻസ്. അപ്പോൾ ഞാൻ അതിനകത്ത് വളരെ ശ്രദ്ധാപൂർവ്വം പ്രവർത്തിക്കുമായിരുന്നു. അപ്പോൾ ഓരോ ജില്ലയിലെ പോലീസുകാരുടെ മക്കളെ വിളിച്ചിട്ട് അവർക്ക് IAS പഠിക്കുന്നത് എങ്ങനെയാണ്, എഞ്ചിനീയറിംഗ് അഡ്മിഷൻ വാങ്ങിക്കുന്നത് എന്ത് ചെയ്യും, മെഡിസിൻ അഡ്മിഷൻ കിട്ടാൻ എന്ത് ചെയ്യും, എന്തൊക്കെയാണ് മത്സര പരീക്ഷകൾ, അത് പഠിക്കാൻ എന്തൊക്കെ പുസ്തകം വായിക്കേണ്ടത്, ഇങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ KP 2ാം ബറ്റാലിയൻ ഞാൻ ചെന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ വളരെ ഭംഗിയായിട്ട് ഇൻട്രസ്റ്റ് എടുത്തു. അവൻ്റെ മോൻ അവസാനം 2 വർഷത്തിന് മുമ്പ് IAS കിട്ടി. കേരളത്തിലെ ഫസ്റ്റ് റാങ്കായിട്ട് കേരളത്തിൽ IAS വന്നു. ഇന്ന് പോലീസുകാരുടെ മക്കൾ 5ഓളം പേര് സിവിൽ സർവീസിലുണ്ട്, IAS IPS ആയിട്ട് കേരളത്തിലുണ്ട്. അത് അസോസിയേഷൻ ചെയ്തൊരു നല്ല കാര്യമാണ്. പിന്നെ അസോസിയേഷൻ തലത്തിലുണ്ടായിരുന്ന പ്രൊഫഷണൽ ട്രെയിനിങ്ങിനുള്ള ശ്രദ്ധ, അത് കാരണം പോലീസുകാരുടെ മക്കൾ ധാരാളം പേര് ഡോക്ടറായി, ധാരാളം പേര് BTech എടുത്ത എൻജിനീയേഴ്സായി, വിദേശ രാജ്യങ്ങളിൽ പോയി വലിയ വലിയ സ്കോളർഷിപ്പുകൾ കിട്ടി. ഇത് വലിയൊരു മാറ്റമാണ്. ചില എൻട്രൻസ് കോച്ചിങ് സെൻ്റർ ആയിട്ട് ഇവർ ടൈപ്പ് വരുന്നുണ്ട്. ആ ടൈപ്പ് പകുതി ഫീസിന് പഠിപ്പിക്കാം. ആ ടൈപ്പ് കൊണ്ട് ഒരുപാട് പേർക്ക് നേരിട്ട് സിവിൽ സർവീസ് പഠിക്കാൻ പറ്റി. അപ്പോൾ ഈ പ്രത്യേകിച്ച് വനിതാ പോലീസിൻ്റെ മക്കൾ അവർ ഭംഗിയായിട്ട് വനിതാ പോലീസ് ശ്രദ്ധിക്കും. അതുകൊണ്ട് വനിതാ പോലീസിൻ്റെ മക്കൾ വലിയ വലിയ നിലകളിലോട്ട് വരുന്നുണ്ട്. അത് ഈ അസോസിയേഷൻ നല്ലൊരു പ്രവർത്തനമാണ്. ഈ മക്കളെ നല്ല സർവീസുകളിലേക്ക് പ്രോംപ്റ്റ് ചെയ്തുകൊണ്ട് വരിക. പിന്നെ പോലീസുകാരുടെ ഭാര്യമാർക്ക് ഒരു കോമൺ എംപ്ലോയ്മെൻറ്റ് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചു. ഉദാഹരണത്തിന് സ്റ്റിച്ചിങ് കൊണ്ടുവരിക, എംബ്രോയ്ഡറി വർക്ക് ചെയ്യുക, റെഡിമെയ്ഡ് ക്ലോത്ത് ഉണ്ടാക്കിയിട്ട് ഈ വനിതകളുടെ ക്ലബ്ബ് ഉണ്ടാക്കിയിട്ട് അത് റെഡിമെയ്ഡിന് വിറ്റ് പൈസ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ പോലീസുകാരുടെ അല്ലാത്തൊരു വരുമാനം വീടുകളിലോട്ട് വരാൻ തുടങ്ങി. പിന്നെ അവർക്ക് സോഷ്യൽ ആക്ടിവിറ്റിക്ക് ഒരു ഫേസ് കൊടുത്തു. അതോടുകൂടി വന്നു. പിന്നെ ഇതോടൊപ്പം പറ്റിയ വലിയൊരു സംഭവമാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് സംഭവിച്ചത്. അതായത് പോലീസുകാരുടെ ക്വാർട്ടേഴ്സ് നിർമ്മാണം കഴിഞ്ഞ 20 വർഷം കൊണ്ട് വലിയ തോതിൽ നടന്നു കഴിഞ്ഞ 10 വർഷമായിട്ട് 12,000-ഓളം ക്വാർട്ടേഴ്സുകൾ പണിഞ്ഞു. നല്ല സൗകര്യമുള്ള ക്വാർട്ടേഴ്സ്, മറ്റേ ഒറ്റമുറി വീട് ഒരു അടുക്കളയല്ല, നല്ല സൗകര്യമുള്ള ക്വാർട്ടേഴ്സ്. അപ്പോൾ ഈ ക്വാർട്ടേഴ്സ് പോലീസ് സ്റ്റേഷൻ 10 ക്വാർട്ടേഴ്സ്, AR ക്യാമ്പിൽ 100 പേർ ക്വാർട്ടേഴ്സ്. അപ്പോൾ ഈ പോലീസിൻ്റെ കുടുംബങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവർക്കൊരു സൗകര്യമായി. അപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ അഡ്മിഷൻ വലിയ പ്രശ്നമായിരുന്നു. BSFയിൽ എന്ത് ചെയ്തു, ഒരു കേന്ദ്രീയ വിദ്യാലയം കൊണ്ടുവന്നു. അപ്പോൾ അവിടുത്തെ പോലീസുകാരുടെ മക്കൾക്ക് കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കാം. അപ്പോൾ ഭർത്താവ് ഏത് സ്ഥലത്ത് ജോലിക്ക് പോയാലും കൊള്ളാം, ഭാര്യയ്ക്ക് മക്കളെ കൊണ്ടുവന്ന് സ്കൂളിൽ വിടാം, വൈകിട്ട് ഭാര്യയ്ക്ക് കുട്ടികളെ വിളിച്ചുകൊണ്ട് സ്കൂളിൽ പോകാം. ഞാൻ പോലീസ് അക്കാഡമി ഡയറക്ടറായിരുന്നപ്പോൾ തൃശ്ശൂർ പോലീസ് അക്കാഡമിക്ക് ഒരു കേന്ദ്രീയ വിദ്യാലയം കൊണ്ടുവന്നു. അപ്പോൾ കേന്ദ്രീയ വിദ്യാലയത്തിലെ ഞങ്ങൾക്ക് അവിടെ 200ഓളം ക്വാർട്ടേഴ്സ് ഉണ്ട്. അവിടെ താമസിക്കുന്ന പോലീസുകാരും ഫാമിലിയും, പോലീസുകാരൻ ഡ്യൂട്ടിക്ക് എവിടെ പോയാലും കുഴപ്പമൊന്നുമില്ല. ഈ സ്കൂളിൽ കൃത്യമായിട്ട് എത്താം. ഭാര്യമാർ കുട്ടികളെ കൊണ്ട് സ്കൂളിൽ കൊണ്ടുവരും, തിരിച്ച് ആ കുട്ടിയെ ഭാര്യമാർക്ക് തിരിച്ച് വീട്ടിൽ ക്വാർട്ടേഴ്സിൽ കൊണ്ടുവരാം. അപ്പോൾ ഈ വിദ്യാഭ്യാസപരമായിട്ട് ചെറുപ്രായം തൊട്ടുള്ള ഉയർച്ച ചെയ്യാൻ വേണ്ടിയുള്ള എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, പ്രത്യേകിച്ച് ഈ കേന്ദ്രീയ വിദ്യാലയത്തിലേക്കുള്ള CBSE സ്കൂളിൽ അഡ്മിഷൻ, അത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയുകൊണ്ട് പോലീസുകാരുടെ മക്കളുടെ വിദ്യാഭ്യാസം വളരെ ഭംഗിയായിട്ട് ഉയർന്നു വന്നു. അത് പോലീസുകാരുടെ ജീവിതത്തിൽ ആകമാനം തന്നെ വലിയൊരു മാറ്റം വരുത്താൻ കാരണപ്രദമായി. അപ്പോൾ സോഷ്യൽ ലൈഫും വീട്ടിലൊരു സമാധാനം കൊടുത്തെങ്കിലേ പോലീസുകാരുടെ ദൈനംദിന സ്വഭാവത്തിൽ മാറ്റം വരുള്ളൂ. അല്ലെങ്കിൽ അവൻ രാവിലെ വിട്ടൊരു ഗുണ്ടകളെ കാണാൻ അവസാനം ഒരു ഗുണ്ടയ്ക്ക് ഇച്ചിരി കൺട്രോൾ വിട്ടിട്ട് പോലീസുകാരുടെ ഉടുപ്പേ കയറി പിടിക്കും, അവൻ്റെ നിയന്ത്രണം വിട്ടു. പക്ഷേ അവൻ ഇങ്ങോട്ട് കയറി പിടിച്ചത് ക്യാമറ കാണത്തില്ല, അങ്ങോട്ട് ഇവൻ തിരിച്ചടിക്കുന്ന ക്യാമറയിൽ ആ വൈറ്റ് ടെലിവിഷനിൽ വരും. അത് വളരെ ഒരു ബാഡ് പബ്ലിസിറ്റി കൊടുക്കും. അപ്പം ക്യാമറ ഉള്ളത് കൊണ്ട് ഇരട്ടി സൂക്ഷിച്ചിട്ട് വേണം വർക്ക് ചെയ്യാൻ. കാരണം പണ്ട് പോലീസ് സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ഭാഷ വ്യത്യസ്തമായിരുന്നു. പക്ഷേ ഇപ്പോഴേ പോലീസ് സ്റ്റേഷനകത്ത് ക്യാമറ ഉണ്ട്. പോലീസ് പറയുന്ന എല്ലാം അവിടെ ക്യാമറയിൽ പിടിക്കപ്പെടുന്നു എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് പോലീസുകാരൻ പോലീസ് സ്റ്റേഷൻ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും വളരെ
ശ്രദ്ധിച്ച് പെരുമാറുള്ളൂ. അതുള്ള സ്ത്രീ സാന്നിധ്യമുണ്ട് പോലീസ് സ്റ്റേഷനിൽ. ഉണ്ട്, വളരെ കൺട്രോൾഡാണ്. പിന്നെ പണ്ട് പോലീസ് സ്റ്റേഷൻ ലാട്രിൻ ഫെസിലിറ്റി ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷനിലെല്ലാം ലാട്രിൻ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അതൊരു വലിയ മാറ്റമാണ്. ആ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ പോലീസിന് വന്ന വലിയൊരു കാര്യമാണ്. ഓക്കെ സർ. ശരി.